ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ അവർ ഞങ്ങളുടെ വില്ലയിലല്ല, തൊട്ടപ്പുറത്ത് വേറെ വില്ലയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ധനീഷ് എന്നാണ് കേട്ടോ പേര്. പക്ഷെ ഞങ്ങളൊക്കെ അപ്പൂ എന്നാണ് വിളിക്കുക. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി. ഇതാണ് ബർത്ത്ഡേ ബോയ്. 8:30 ആയപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട്, അപ്പോൾ അവരും ആ ഒരു സമയത്ത് തന്നെ ഇറങ്ങി. ബാർബിക്യൂ നേഷനിലാണ് കേട്ടോ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ 9 മണിക്കാണ് അവർ ടൈം തന്നേക്കുന്നത്. എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേയും അതിന് മുൻപുള്ള ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ഇവിടേക്ക് തന്നെയാണ് കേട്ടോ രാത്രി ഫുഡ് കഴിക്കാൻ വന്നത്. അപ്പോൾ ഇവിടെ അവരൊരു ബുഫയാണ് കേട്ടോ അറേഞ്ച് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കരാമയിലായിരുന്നു ദുബായിൽ, ഇപ്പോൾ അൽബർഷയിലുണ്ട് കേട്ടോ ഈ ഒരു ബാർബിക്യൂ നേഷൻ. ആദ്യമായിട്ടാട്ടോ ഇവിടേക്ക് വരണേ. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കാണാം. ബാർബിക്യൂ നേഷൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. അവിടെ എത്തിയപ്പോൾ ഇനി കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുമെന്നായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ വേഗം കാറും പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയിട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇതേ ഒരു അടിപൊളി ലൈറ്റിൻ്റെ കടയുണ്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ വിളിച്ചു കേട്ടോ. തൊട്ടപ്പുറത്തെ കാറിൽ അവർ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതേ ഞങ്ങൾ ഇറങ്ങി. അപ്പം ഇങ്ങനെ നേരെ ബാർബിക്യൂ നേഷൻ്റെ അകത്ത് പോയിട്ടുള്ളത് കാണാം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരതേ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള ടേബിളൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് തന്നെ അതേ സൂപ്പ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. സൂപ്പൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ സ്പൂണില്ല കേട്ടോ. സ്പൂണാണെങ്കിൽ അവർ നമ്മളെ ടേബിളിലാണ് വെക്കുള്ളൂ. ഇങ്ങനെ അവിടെ ഇവിടെ ഒന്നായിട്ട് അങ്ങനെ സ്പൂൺ വെക്കില്ല കേട്ടോ. അങ്ങനെ നേരെ അതൊക്കെ കൊണ്ടുപോയി ടേബിളിൽ വെച്ചു. അവരപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ബാർബിക്യൂനുള്ള ആ ഒരു സംഭവമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബാർബിക്യൂ നേഷനിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളിരിക്കണം ആ ഒരു ടേബിളിൻ്റെ സെൻറ്ററായിട്ട് ഇതുപോലൊരു ഹോളുണ്ട് കേട്ടോ. ഇനി അവർ ആ ഒരു ബാർബിക്യൂൻ്റെ ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിങ്ങനെ അതിൽ കനലൊക്കെ റെഡി ആക്കിയിട്ട് അത് കൊണ്ടുവന്ന് നേരെ ഇതിൽ വെക്കും. എന്നിട്ട് കുക്ക് ചെയ്തിട്ടുള്ള ഇതുപോലത്തെ നമ്മുടെ പ്രോൺസ്, ചിക്കൻ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ അതിൽ ഓരോന്ന് വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ചൂട്ടോടെ തന്നെ കഴിക്കാൻ പറ്റും. ഓരോന്നിങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ അടുത്ത സാധനം കൊണ്ടുവിടും കേട്ടോ. അപ്പോൾ അത് ഇതേ കോൺ ഫ്രൈ ചെയ്തതാണ്. സാധനമൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതുപോലെ പ്രോൺസ്, ഗ്രീൻ ചിക്കൻ, റെഡ് ചിക്കൻ, പിന്നെ മഷ്റൂം, ഇതവരിങ്ങനെ കഴിയണേന് ഓരോന്നിങ്ങനെ കൊണ്ടുവന്ന് വിടും കേട്ടോ. ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അത്യാവശ്യം വയറ് നിറയും. ഈ ഒരു സമയത്ത് അവിടെ ബുഫേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കഴിച്ചിട്ട് അവിടേക്ക് പോവാം. ഈ കൊണ്ടുവന്നേക്കുന്നത് പൊട്ടറ്റോ ആണ് കേട്ടോ. ക്രീമി സ്പൈസി പൊട്ടറ്റോ.
അതിൻ്റെ ഇടയിൽ ഒരു ചിക്കൻ ലെഗ് പീസ് കൂടി കൊണ്ടുവന്നു കേട്ടോ. ഇതിലാണെങ്കിൽ അവരിങ്ങനെ കഴിയണതിനനുസരിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് നോക്കി. ലാസ്റ്റ് ഞങ്ങൾ മതി എന്ന് പറഞ്ഞു കേട്ടോ. എങ്ങനെയൊക്കെയോ കഴിച്ചു തീർത്തു. ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ ഞങ്ങൾ ഇരിക്കണതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഓംലേറ്റ് വേണം. ഓംലേറ്റ് പോയി ചോദിച്ചപ്പോൾ അതുണ്ടായില്ല കേട്ടോ. അപ്പോൾ നൂഡിൽസ് ഉണ്ട്. അപ്പോൾ ഒരു സ്പൈസി ചിക്കൻ നൂഡിൽസ് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ നൂഡിൽസ് ഇങ്ങനെ ലൈവായി ഉണ്ടാക്കുന്നത് കാണുന്നത്. സാധാരണ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. സംഭവം ഉണ്ടാക്കുന്നത് കാണാൻ അടിപൊളിയാണ് കേട്ടോ. നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അത് വേഗം ചേട്ടന് കൊടുത്തു കേട്ടോ. അപ്പം പിന്നെ ഇതേ പ്ലേറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് മെയിൻ കോഴ്സ് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്നത് റൈസാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പുലാവ് വരുന്നുണ്ട്, പിന്നെ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ആട്ടോ വരുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ പാനിപൂരി ഉണ്ട് കേട്ടോ. എൻ്റെ കണ്ണ് പോണത് അങ്ങോട്ടാണ്. ഞാൻ ഈ റൈസ് ഐറ്റംസ് ഒന്നും എടുത്തില്ല കേട്ടോ. ഫസ്റ്റ് തന്നെ അല്ലാതെ ഒന്ന് വീഡിയോ എടുത്തു. ഞാൻ ഈ കുറച്ചിങ്ങനെ ചിക്കൻ അങ്ങനത്തെ കുറച്ച് സാലഡ് അങ്ങനത്തെ സംഭവങ്ങളാട്ടോ എടുത്തത്. ഞാൻ മെയിൻ കോഴ്സ് ഒന്നും എടുത്തില്ല കേട്ടോ. ഈ ഒരു കോൺ, പിന്നെ കുറച്ച് സാലഡ്, പിന്നെ ലെമൺ ചിക്കൻ, ഇതൊക്കെയാണ് കേട്ടോ ഞാനെടുത്തത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ ആ ഒരു ബാർബിക്യൂ സംഭവങ്ങളാട്ടോ കൊണ്ടുവന്ന് വയ്ക്കുക. പിന്നെ നമ്മൾ ആദ്യം തന്നെ ആ ഒരു സൂപ്പ് കുടിച്ചു. പിന്നെ ഈ ഒരു ഇത് കഴിച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നമ്മുടെ വയറ് ഫില്ലാവും കേട്ടോ. പിന്നെ മെയിൻ കോഴ്സിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങോട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. ഇനി ഈ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് തന്നെ ഡെസേർട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റും ഈ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് ജിലേബി, പിന്നെ
ഗുലാബ് ജാമ്, കുൽഫി, ഐസ്ക്രീം, പിന്നെ കുറച്ച് കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കട്ടിങ് ഫ്രൂട്ട്സും വരുന്നുണ്ട്. ഇതാണ് കേട്ടോ ഈ ഒരു സൈഡിൽ വരുന്നത്. എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഫ്ലേവറിൽ വരുന്നതാട്ടോ. അപ്പോൾ ഞാൻ ചോക്ലേറ്റിൻ്റെ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും പിന്നെ കുറച്ച് ഗുലാബ് ജാമും എടുത്തു കേട്ടോ. ഒരു 4 ചെറുതാണ് കേട്ടോ. പിന്നെ ചേട്ടൻ ഒരു കുൽഫി എടുത്തു, മിന്നു എടുത്തു കേട്ടോ ഒരു കുൽഫി. പിന്നെ കേക്കൊക്കെ വെച്ചേക്കുന്ന സെക്ഷനിൽ പോയപ്പോൾ ഇത് ഈ ഒരു വാൻജോ കേക്കൊക്കെ പോലെ ഉണ്ട് കേട്ടോ. ഈ ഒരു കേക്ക് എടുത്തു. പിന്നെ വരുന്നത് ഒരു ചീസ് കേക്ക് കേട്ടോ. അത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ അതും രണ്ടെടുത്തു. പാനിപൂരി ഞാൻ വന്നപ്പോൾ എൻ്റെ നോട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് പോയിട്ട് ഞാനങ്ങനെ മെയിൻ കോഴ്സ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ഇനിയും എന്ത് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. എനിക്ക് അങ്ങനെ ഒരുപാട് വയറൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ പോയിട്ട് ഇത് ഈ ഒരു പാനിപൂരി എടുത്തു കേട്ടോ. അത് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ, ഒരു ആവറേജ് സാധനം. ലാസ്റ്റ് അവർ ഇതുപോലെ ഒരു കേക്ക് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ചേട്ടൻ മുൻപേ പറഞ്ഞിരുന്നു കേട്ടോ, ധനീഷ് ചേട്ടൻ മുൻപേ പറഞ്ഞു ഇങ്ങനെ കേക്ക് കൊണ്ടുവന്നു, പക്ഷേ ഇങ്ങനെ കൈയടിക്കുക മ്യൂസിക് വയ്ക്കുക അതൊന്നും വേണ്ട, സാധാരണ ഇവിടെ തന്നെ വെച്ച് കട്ട് ചെയ്യാം കേട്ടോ ചെയ്യുക. ഞങ്ങളപ്പോൾ ഒരു ബോക്സിലാക്കി വാങ്ങിച്ചു ഇവിടെ വെച്ച് കട്ട് ചെയ്യണില്ല എന്ന് പറഞ്ഞു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സെൽഫിയൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഡിയേഴ്സ്.